ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുൻപിലെ റിപ്പോർട്ട് പരിഗണനയിലാണ്. ഞാൻ മനസ്സിലാക്കിയത് 24-ാം തീയതിക്ക് മുമ്പായി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ADGP DGPക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും മുഖ്യമന്ത്രി അത് ഹോം സെക്രട്ടറിക്ക് കൊടുത്തു എന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. പ്രൊസീജിയർ അതാണ്. അപ്പോൾ അതിനുശേഷം അത് ഗവൺമെൻറ് എന്താണ് ആ റിപ്പോർട്ടിന്മേൽ ചെയ്യാൻ പോകുന്നത് എന്നത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ റിപ്പോർട്ട് സംബന്ധിച്ച് നമുക്കൊരു ഔദ്യോഗികമായൊരു പ്രതികരണം നടത്താൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മൾ പത്രമാധ്യമങ്ങൾ ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയിട്ടുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ആ 1200 പേജ് ഉള്ളതാണ് ആ റിപ്പോർട്ട് എന്നുള്ളതും വാർത്തയിൽ വന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടിനകത്തുള്ള ഉള്ളടക്കം നമുക്ക് പരിശോധിക്കാൻ സമയം കിട്ടണം. അപ്പോൾ സർക്കാർ ഇത് പരിശോധിച്ചിട്ട് ADGPയുടെ റിപ്പോർട്ട് അത് തള്ളേണ്ടതാണോ അതല്ല കൂടുതൽ നടപടി ആവശ്യമുള്ളതാണോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ്. ആ ഘട്ടത്തിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അഭിപ്രായം ആ രീതിയിൽ പറയുന്നതാണ് ശരി. ഏതായാലും ആ റിപ്പോർട്ട് ഇപ്പോൾ വന്നു എന്നുള്ളതും ആ റിപ്പോർട്ടിനകത്ത് ഈ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അതിനകത്ത് ആ വിവരങ്ങളെ സംബന്ധിച്ച് ആ വിവരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം നിഗമനങ്ങളെല്ലാം ഏത് രീതിയിലാണ് ആ നിഗമനങ്ങളിൽ എത്തിയിട്ടുള്ളതിനെ സംബന്ധിച്ചും ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ റിപ്പോർട്ട് കിട്ടിയാൽ ഞാനതിനെപ്പറ്റി കൃത്യമായ അഭിപ്രായം പറയുമെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. ഞാൻ വിവരാവകാശം വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിവരാവകാശം വെച്ച് ചോദിച്ചതനുസരിച്ച് ഹോം സെക്രട്ടറിക്കാണ് ഞാൻ അതിൻ്റെ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് 24-ാം തീയതി ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ വന്നു, മുഖ്യമന്ത്രി മുൻപാകെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ എന്തായാലും വേണ്ടി വരുമല്ലോ. അപ്പോൾ വിവരാവകാശം വെച്ച് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ റിപ്പോർട്ട് എനിക്ക് തന്നോളുന്നില്ല. സർക്കാരിന് അതിനെ സംബന്ധിച്ച് അവരുടെ നിഗമനമുണ്ട്. ഇപ്പോൾ DGPക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും, അല്ലെങ്കിൽ ഹോം സെക്രട്ടറിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. അതിൻ്റെയൊക്കെ മുകളിൽ സർക്കാർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള മുഖ്യമന്ത്രി അടക്കം പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ആ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം അലങ്കോലപ്പെടുത്തിയത് ആസൂത്രിതമായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ ജനസമൂഹത്തിനിടയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും BJP സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇടതുപക്ഷത്തിനെതിരെയും വ്യക്തിപരമായി എനിക്കെതിരെയും ആ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വന്നേ മതിയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പുറത്ത് കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ല, DGPക്ക് അതൃപ്തി ഉണ്ട് എന്നുള്ള വാർത്ത മാത്രമാണ്. DGPക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്ത് അത് വരട്ടെ, ഔദ്യോഗികമായിട്ട് വരട്ടെ. സ്വാഭാവികമായിട്ടും DGPക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ റിപ്പോർട്ട് സംബന്ധിച്ച് അതൃപ്തി ഉണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അത് സർക്കാർ പറഞ്ഞാൽ മതി. സർക്കാർ പുറത്ത് പറയുമ്പോൾ നമുക്ക് വ്യക്തത വരും അത് അതൃപ്തി ഉള്ളത് കൊണ്ടാണോ അല്ലേ എന്നുള്ളത് കാര്യം. ഇപ്പോൾ നമ്മൾ മീഡിയകൾ പറയുന്നതാണ് അതൃപ്തി ഉണ്ടെന്ന് പറയുന്നതാണ്. അപ്പോൾ അത് ഊഹം മാത്രമാണ്. ഇനി എത്ര നാൾ കഴിഞ്ഞാലും ശരി ഈ പൂരത്തെ സംബന്ധിച്ച് അന്വേഷിച്ചേ പറ്റൂ. അടുത്ത പൂരം വരും മുമ്പ് ഈ പ്രശ്നത്തിൽ വ്യക്തത ഉണ്ടാവണം. അടുത്ത കൊല്ലത്തെ പൂരത്തിന് തർക്കം ഉണ്ടാവാൻ പാടില്ല. അടുത്ത വർഷത്തെ പൂരവുമായി ബന്ധപ്പെട്ട് സുഗമമായി പൂരം നടത്താൻ കഴിയണം. അപ്പോൾ ഇത് പൂരം എന്ന് പറയുന്ന വളരെ വിശുദ്ധമായ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയെ രാഷ്ട്രീയ വിജയത്തിന് കരുക്കളാക്കി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ജനം അറിയേണ്ട കാര്യമാണ്. അത് അറിഞ്ഞേ പറ്റൂ. അല്ല, അതാ റിപ്പോർട്ട് വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്. ഞാൻ റിപ്പോർട്ട് വരുന്ന ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. അല്ലാതെ അതിന് മുമ്പ് എനിക്ക് പറയാൻ പറ്റില്ല. ആ റിപ്പോർട്ട് എന്താണെന്ന് നോക്കട്ടെ. അല്ല, എനിക്ക് എൻ്റെ സംശയങ്ങൾ പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക വിധത്തിലുള്ള റിപ്പോർട്ടാണ് വരുന്നത്. എന്താണ് റിപ്പോർട്ട് എന്നുള്ളത് നമുക്ക് ഈ ഗവൺമെൻറ്റിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ്. ആ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്വേഷണം ഇഴഞ്ഞു നീങ്ങി എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. 5 മാസം കൊണ്ടൊന്നും നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം വാസ്തവത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ 5 മാസമായി. ഒരിക്കലും വരാതിരിക്കുന്നതിനേക്കാൾ നല്ലത് വൈകിട്ടാണെങ്കിലും വരിക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് വരുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്.
അല്ല, അത് ഞാൻ പറഞ്ഞില്ല. നിങ്ങളിങ്ങനെ വളച്ചും തിരിച്ചും ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യത്തിൽ, ഞാനിത് സംബന്ധിച്ചുള്ള എനിക്ക് വ്യക്തത കുറവെന്നുള്ള കാര്യങ്ങളല്ല. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള വ്യക്തത എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂർ പൂരത്തെ NDA സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി രാഷ്ട്രീയമായ കരുവായി അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിൻ്റെ പിന്നിലും അത്തരം ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ആരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്, ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങളെ പറ്റിയുള്ള വ്യക്തത ജനങ്ങൾക്ക് അറിയണം. അത് അറിയണം എന്നുള്ളത് ജനങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ദേവസ്വത്തെ പറ്റിയും അങ്ങനെ പഴിചാരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ തൃശ്ശൂർ പൂരം നടത്തുന്ന എല്ലാ ദേവസ്വങ്ങളും പൂരം നടത്താൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ദേവസ്വങ്ങളാണ്. അവരാരും അങ്ങനെ പൂരം കലക്കാൻ വേണ്ടി ദേവസ്വങ്ങൾ തീരുമാനിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവിടെ ദേവസ്വങ്ങളെ പഴിചാരാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കുണ്ടാവുന്ന ഒരു ആശങ്കകൾ, ഇപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ ദേവസ്വങ്ങൾക്കും ആശങ്കകളുണ്ട്. ഇങ്ങനെ സംഭവത്തെ സംബന്ധിച്ച് അറിയണമെന്ന് അവർക്ക് ആശങ്ക, അവരുടെയും കൂടി ആശങ്കയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ ദേവസ്വങ്ങൾ എന്ന് പറയുന്നത് ഒരു പൊതു സംവിധാനമാണ്. ആ പൊതു സംവിധാനം വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പൊതു സംവിധാനമാണ്, അല്ലാതെ അത് രാഷ്ട്രീയ സംവിധാനമല്ല. നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ അവരെ സഹായിക്കാറുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടെങ്കിലും അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു ബോഡിയാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. ആ ദേവസ്വങ്ങളൊക്കെ തന്നെ നിൽക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടാണെങ്കിലും പൂരം എഴുന്നള്ളിക്കുക. നമ്മൾ പൂരം കാണുമ്പോൾ എഴുന്നള്ളിക്കുക, പൂരം നടത്തിപ്പ് വെടിക്കെട്ട് അല്ലെ അങ്ങനെ കാര്യം മാത്രം. അവരെ സംബന്ധിച്ചിടത്തോളം ചടങ്ങുകളുണ്ട്. ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതും അകത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദേശത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുടക്കം കൂടാതെ വിഘ്നം കൂടാതെ നടത്താൻ വേണ്ടി അവർ എന്ത് ത്യാഗം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ദേവസ്വം ബോർഡിലെ ഔദ്യോഗികമായതിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിലെന്തെങ്കിലും പിശകൾ എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർ പുറത്തു വരട്ടെ. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അതെ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ പൂരം ഞാൻ വളരെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഈ പൂരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അത് പൂരം നിർത്തിവെക്കാൻ ആരാണ് തീരുമാനിച്ചത്? എന്താണ് അതിന് കാരണം? അത് ഇതുകൊണ്ട് മാത്രമാണോ? തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു വലിയ ഇവൻ്റ് അങ്ങനെ ഒരു പെട്ടെന്ന് അർദ്ധരാത്രിയിൽ ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കാൻ ഇടയാക്കുന്നത് എങ്ങനെയാണ്? അവിടെയാണ് പെട്ടെന്ന് ആംബുലൻസിൽ വരുന്നു, രംഗപ്രവേശനം നടത്തുന്നു, പിന്നെ അതിൻ്റെ ജഗപൊക പരിപാടികൾ നടക്കുന്നു, പിന്നീട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം വളരെ വലിയ പ്രചരണം നടക്കുന്നു. പിന്നെ കേരളം മുഴുവനും പിടിച്ചു കുലുക്കുന്ന ചർച്ചയാക്കി തൃശ്ശൂർ പൂരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ മാറ്റുന്നു. അതിൽ പ്രതിക്കൂട്ടിലായി നിൽക്കുന്നവരാരാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളാണ് അതിൻ്റെ പ്രതിക്കൂട്ടി നിൽക്കുന്നത്. അന്ന് UDF അടക്കമുള്ള ആൾക്കാർ ആർക്കെതിരെയാണ് പിന്നെ കുറ്റപത്രം സമർപ്പിച്ച ആർക്കെതിരെയാണ്, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ ആരെപ്പറ്റിയാണ്? ഇടതുപക്ഷത്തെ പറ്റിയായിരുന്നല്ലോ. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ ഞാനും കൂടിയാണ്. വ്യക്തിപരമല്ല, അത് രാഷ്ട്രീയമാണ്. അതൊക്കെ പോട്ടെ, അതെല്ലാം അവസാനിച്ചു. അതിനേക്കാൾ ഉപരി തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ രാഷ്ട്രീയ വിജയം ഉണ്ടായോ തോൽവി ഉണ്ടായോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി തൃശ്ശൂർ പൂരം അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തുന്നത് രാഷ്ട്രീയമായ ലാക്കോടുകൂടി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അതാണ് അറിയേണ്ടത്. നമ്മൾ നിരന്തരമായി രാജൻ മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം ഞാനും പരസ്പരം ബന്ധപ്പെട്ടിട്ട് ഓരോ വിഷയങ്ങളിൽ അപ്പം ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇത് സാധാരണ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കമ്മീഷൻ ഭാഗത്തുനിന്ന് ഇത്തിരി വളരെ എന്താണ് പറയുക, തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നെങ്കിലും അന്ന് വൈകുന്നേരം കുടമാറ്റം കഴിഞ്ഞ ശേഷം പോലീസിൻ്റെ സേവനത്തെപ്പറ്റി പിന്നെ പോലീസിനെ ഭയങ്കരമായി എന്താണ് പറയുക പുകഴ്ത്തി പറഞ്ഞ ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ദേവസ്വം ഭാരവാഹികളെ പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. അല്ല, ഞാൻ ആരും ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല. കാരണം ഞാൻ ഒരു ഒഫീഷ്യലായിട്ട് നിൽക്കുന്ന ഒരാളല്ല. ഞാൻ MLA ആണെങ്കിൽ, ഞാൻ MLA മന്ത്രിയായിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ആരൊക്കെ ബന്ധപ്പെടുന്ന അവരൊക്കെ ബന്ധപ്പെടുന്ന ആളാണ്. ഞാൻ MLA മന്ത്രി ഒന്നും, ഞാൻ സ്ഥാനാർത്ഥി മാത്രം ആയതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ആ രീതിയിൽ ഞാൻ എല്ലാ മന്ത്രിമാരായിട്ടും ഒക്കെ കളക്ടറായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. എനിക്ക് അല്ല, അതായത് DGP ഇക്കാര്യത്തെ പറ്റി DGP അന്വേഷിക്കുന്നതാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയും DGP ഒക്കെ പരിശോധിക്കട്ടെ. എനിക്കതിനെ സംബന്ധിച്ച് ഇപ്പോൾ വാർത്ത കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവർ സ്വിച്ച് ഓഫ് ആക്കി പോയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഇനി നിങ്ങളിനി ആരെങ്കിലും വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല എന്ന് ഞാനല്ല പറയുന്നത്, വിളിച്ച ആൾക്കാരാണ് പറയേണ്ടത്.
ആ വിളിച്ച ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള അവരാണ് പറയുന്നത്. ഞാൻ എന്തായാലും എനിക്കതിനെപ്പറ്റി എനിക്കൊരു ഔദ്യോഗികമായി വിവരമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. ഇതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാമല്ലോ, അതിൽ നല്ലത്. ഈ ആ ദിവസം സുരേഷ് ഗോപി ആ മേഖലയിലേക്ക് എത്തിയ ആംബുലൻസ് RSSുമായി ബന്ധമുള്ള വാരാഹി ഏജൻസി അജയ്കുമാറാണ് കൊണ്ടാക്കിയ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. ആ വാരാഹിയാണോ പിന്നെ എന്താണ് കൂർമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, അവിടെ ഈ പിന്നെ ആംബുലൻസിലാണ് കൊണ്ടുവന്നത്. ആംബുലൻസ് എന്തിനുള്ളതാണ്? ആംബുലൻസ് രോഗികൾക്ക് അത്യാസന്നമായ അപകടം സംഭവിക്കും മാത്രം കൊണ്ടുപോകൊണ്ടാണ് ആംബുലൻസ്. ആംബുലൻസിൽ ഒരാളെ, ഒരു രാഷ്ട്രീയ നേതാവിനെ രാഷ്ട്രീയമായ ഇടപെടലിന് വേണ്ടി കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ തെറ്റായ കാര്യമാണ്. ആ കൃഷി അവിടെ റവന്യൂ മന്ത്രി നടന്നിട്ടാണ് വന്നത്. റവന്യൂ മന്ത്രി അന്ന് അദ്ദേഹം വഴി വളഞ്ഞു വന്നിട്ട് നടന്നിട്ടാണ് 3:45 സമയത്ത് അദ്ദേഹം അവിടെ വരുന്നത്. ഞാൻ അവിടെ നിന്ന് നടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ NDA സ്ഥാനാർത്ഥിക്ക് സേവാഭാരതിയുടെ ആംബുലൻസ് വരാമെന്നുണ്ടെങ്കിൽ ഈ ആംബുലൻസ് കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ പോലീസ് പരിശോധിക്കില്ലേ? പോലീസ് പരിശോധിക്കണ്ടേ? രോഗിയാണോ അല്ല വേറെ ആൾക്കാരാണോ പരിശോധിക്കണ്ടേ? അപ്പോൾ ആംബുലൻസ് കൊണ്ടുപോകേണ്ടത് രോഗികളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഉപയോഗപ്പെടും. അതൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കട്ടെന്ന്. ഞാനിപ്പോൾ നിങ്ങൾ ഈ മീഡിയകൾക്കൊക്കെ അറിയാമായിരുന്നല്ലോ. അന്ന് എല്ലാ മീഡിയകളുടെ മുമ്പിലും ഈ പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ BJP പ്രചരിപ്പിച്ചിരുന്നല്ലോ ആംബുലൻസ് വന്ന കാര്യം. നിങ്ങൾ ഒരു മീഡിയകളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ. അന്ന് ഇവിടെ ഈ സുരേഷ് ഗോപി പിന്നെ NDA സ്ഥാനാർത്ഥി അവിടെ വരുന്നത് എല്ലാ മീഡിയകൾക്കും അറിയായിരുന്നല്ലോ, അവിടെ പ്രത്യക്ഷപ്പെടുന്ന കാര്യം. ഞാനവിടെ വന്നപ്പോൾ ഒരു മീഡിയകളും എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ. അവിടെ ഞാൻ അപ്പോഴും ഇവർ പറഞ്ഞ എന്താണ്, ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. 6 മണി വരെ 7 മണി വരെ അവിടെ എവിടെയായിരുന്നു? ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഓൺ ദ സ്പോട്ടിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ. അല്ല, അതിപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം വെച്ചാൽ അതൊക്കെ നോക്കി പരിശോധിക്കേണ്ട ആൾക്കാർ പരിശോധിക്കട്ടെ. അതായത് ഇപ്പോൾ നിങ്ങളിതിൻ്റെ ഇത് പുറത്തു വിട്ടല്ലോ, ചാനലുകാരിപ്പോൾ ഇപ്പോൾ വിട്ടതല്ല. ഇതിപ്പോൾ നടപടി എടുക്കേണ്ടവരാണെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ നടപടി എടുക്കേണ്ടല്ലായിരുന്നേ. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ വിവാദം ഉണ്ടായപ്പോൾ നിങ്ങൾ പുറത്ത് വിട്ടപ്പോൾ ഇത് നടപടി എടുക്കണം വേണ്ടെന്നൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. അത് അധികാരപ്പെട്ട ആളുകളാണെന്നൊക്കെ പരിശോധിക്കുന്നത്. ഇത് രാഷ്ട്രീയമായ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നതല്ല. അപ്പോൾ അദ്ദേഹം പിന്നെ കൊണ്ടുവരാൻ അവർ ഉപയോഗിച്ചു. രാഷ്ട്രീയത്തിൽ അവരുടെ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കും. അവരുടെ വിജയത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും എന്ന് നമുക്കറിയാം. പക്ഷേ എനിക്ക് അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ, തൃശ്ശൂർ പൂരത്തെ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? ഇത് കലക്കിക്കൊണ്ട്. അത് നന്നായി നടത്തിയിട്ടല്ല. നന്നായി നടത്തിയിട്ട് നമുക്കെല്ലാ കാര്യം, നമ്മൾ പൂരം നന്നായി നടത്തിയിട്ട് അവിടെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നന്നായി നടത്തി എന്ന് പറയുന്നത് അത് ഒരു ന്യായമായ കാര്യമാണ്. പക്ഷേ അതിനെ ഈ രീതിയിലേക്ക് ആക്കി. ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസമായിട്ട് ചർച്ച ചെയ്യാൻ ഇടയാക്കിയ കാര്യം എന്താണ്? സമൂഹത്തിനിടയിൽ ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടായതുകൊണ്ടല്ലേ? അങ്ങനെ ഉണ്ടാക്കാൻ പാടുള്ളതായിരുന്നോ? ഇനി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അലങ്കോലവുമായി ബന്ധപ്പെട്ട വിഷയം അധികം നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനം എടുക്കണം. ഇതൊരു കൺക്ലൂഷനിലെത്തണം. കാരണം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നും ഇത് തർക്കിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമില്ല. ഈ അടുത്ത പൂരത്തിൻ്റെ നടപടിയിലേക്ക് ആൾക്കാർ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈ പൂരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവണം. അല്ല, റിപ്പോർട്ട് കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ നമുക്കറിയാലോ. റിപ്പോർട്ട് നമുക്ക് തരാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. അത് റിപ്പോർട്ട് ഇപ്പോൾ നമുക്ക് തരാതിരിക്കാൻ പറ്റില്ല, ഗവൺമെൻറ് അറിയില്ല. അല്ല, അതെങ്ങനെയാണെങ്കിലും ശരി, അതിന് മാർഗങ്ങളൊക്കെ നമുക്കറിയാം. അതെങ്ങനെയാണ് അല്ല, അത് ഈ വിവരങ്ങൾ ജനങ്ങളെ അറിയാൻ എന്തൊക്കെ മാർഗങ്ങൾ, ആ മാർഗങ്ങൾ ന്യായമായ മാർഗങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കും. അല്ലെങ്കിൽ അത് സംശയമില്ലാത്ത കാര്യമാണ്. അല്ല, അത് ഞാനൊരു പാർട്ടി പിന്നെ ഒരു പ്രദാനം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടും എൻ്റെ പാർട്ടിയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ടും മാത്രമേ എനിക്ക് ഏത് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ടിക്കകത്തു നിന്നുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ആലോചിച്ചും അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടും ഈ വിഷയത്തിലെ നിലപാട് പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലപാടായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അതുണ്ടാവും എന്തായാലും.